ഗൈനക്കോളജിയിലും വന്ധ്യതയിലും കീഹോൾ സർജറിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഗൈനക്കോളജിയിലും വന്ധ്യതയിലും കീഹോൾ സർജറിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? ആദ്യമായിട്ട് തന്നെ ഗൈനക്കോളജിക്കയിലെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ കീഹോൾ സർജറി ചെയ്യുന്നത്? കീഹോൾ സർജറിയുടെ പ്രധാന ഉപയോഗം ഗൈനക്കോളജിയിൽ വരുന്നത് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയകളാണ്. അതിനാണ് നമ്മൾ ഹിസ്റ്റക്ടമി എന്ന് പറയുന്നത്. ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമി ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ള ഹിസ്റ്റക്ടമി ഉണ്ട്. ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അധികം വലിപ്പമില്ലാത്ത യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് നീക്കം ചെയ്യാനും അതോടൊപ്പം തന്നെ ഓപ്പറേഷന് ശേഷമുള്ള റെസ്റ്റ് വളരെ കുറവ് മാത്രമാണ് ലാപ്രോസ്കോപ്പി വഴി ഗർഭപാത്രം നീക്കം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. ഇതോടൊപ്പം തന്നെ ഗർഭപാത്രത്തിലെ മറ്റ് പ്രശ്നങ്ങളായ മുഴ നീക്കം ചെയ്യൽ, അതായത് ഗർഭപാത്രത്തിലുള്ള മുഴകൾ, ഫൈബ്രോയിഡ് മുഴകൾ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ ഓവറിയിലുള്ള സിസ്റ്റുകൾ, അത് എന്ത് തരത്തിലുള്ള സിസ്റ്റുകളാണെങ്കിലും കീഹോൾ സർജറി വഴി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വന്ധ്യതയുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന പല അസുഖങ്ങളിലും, അതായത് എൻഡോമെട്രിയോസിസ്, PCOD എന്നിങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ലാപ്രോസ്കോപ്പിയുടെ റോള് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതായത് എൻഡോമെട്രിയോസിസ് പോലുള്ള അസുഖങ്ങളിൽ സിസ്റ്റ്, ഓവറിയിൽ സിസ്റ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ സിസ്റ്റ് നീക്കം ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് മുഴകൾ, എന്തെങ്കിലും ഓവറിയിൽ നിന്ന് വരുന്ന പ്രശ്നമുള്ള മുഴകളാണെങ്കിലും അല്ലാത്ത ചെറിയ മുഴകളും വലിയ മുഴകളെല്ലാം തന്നെ നമുക്ക് കീഹോൾ സർജറി വഴി നീക്കം ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഗർഭപാത്രത്തിന്റെ അറയെ അസസ് ചെയ്യുന്ന ഹിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ നമുക്ക് ലാപ്രോസ്കോപ്പിയുടെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹിസ്റ്റോസ്കോപ്പിയിൽ നമുക്ക് ഗർഭപാത്രത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒട്ടലുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ദശകൾ വളരുന്നുണ്ട്, പോളിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ ഫൈബ്രോയിഡ് പോലെയുള്ള മുഴകൾ വളരുന്നുണ്ടെങ്കിലും അത് സെയിം സിറ്റിംഗിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ നീക്കം ചെയ്യാനായിട്ടും സാധിക്കും. ഇതോടൊപ്പം തന്നെ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നറിയാനുള്ള എല്ലാ സർജറികളും നമുക്ക് കീഹോൾ വഴി ചെയ്യാൻ സാധിക്കും. ട്യൂബ് വഴി ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതേ സിറ്റിംഗിൽ തന്നെ നമുക്ക് ട്യൂബിലെ ബ്ലോക്ക് ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ വന്ധ്യതയുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ട്യൂബിലോ യൂട്രസിലേക്കോ ഓവറിയിലേക്കോ എന്തെങ്കിലും ഒട്ടലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒട്ടലുകളൊക്കെ നമുക്ക് നീക്കം ചെയ്യാനും കീഹോൾ സർജറി വഴി വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ഇനി എന്തൊക്കെയാണ് കീഹോൾ സർജറിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ പേഷ്യൻസിന്റെ പോസ്റ്റ് ഓപ്പ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റിച്ചുകളെ വരുന്നുള്ളൂ. ഓപ്പൺ സർജറി പോലെ വലിയ സ്റ്റിച്ചുകൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പെയിൻ വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ പെയിൻ കുറവായതുകൊണ്ട് മുറിവ് ചെറുതായതിനാലും അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ പ്രീവിയസ് ആക്ടിവിറ്റികളിലോട്ടൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ റൊട്ടീൻ ആക്ടിവിറ്റികളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കും.